നമസ്കാരം കൂട്ടുകാരെ. 9ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ പാഠഭാഗമായ ഛട്പട്ട് ഔർ നട്കട്ട് എന്ന പാഠത്തിലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്ക് പരിചയപ്പെടാം. ആദ്യ ക്വസ്റ്റ്യൻ, നട്കട്ട് കുച്ച് ജ്യാദാ ഹി നട്കട്ട് ഹെ, ऐसा क्यों कहा गया है? നട്കട്ട് കുച്ച് ജ്യാദാ ഹി നട്കട്ട് ഹെ, അതായത് നമ്മുടെ നട്കട്ട് കുറച്ച് കൂടുതൽ വികൃതിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഉത്തരത്തിലേക്ക് പോവാം. നട്കട്ട് കുച്ച് ജ്യാദാ ഹി നട്കട്ട് ഹെ ऐसा इसलिए कहा गया है क्योंकि നട്കട്ട് ഹമേഷ ഖേൽ और മസ്തി में रहता था. അതെ, നമ്മുടെ നട്കട്ട് എപ്പോഴും ഖേൽ और മസ്തി, കളിച്ച് രസിച്ച് നടക്കുമായിരുന്നു. വേ രാസ്തേ മേ പോക്കർ കെ പാനി മേ മച്ഛലിയാം ദേഖത, വഴിയരികിലെ പോക്കർ, എന്താ പോക്കർ? താലാബ്, കുളം, കുളത്തിലെ വെള്ളത്തിലെ മീനിനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ബർഖദ്ക്ക് ജഡോംബർ ഝൂൽത്ത, ബർഖദ് പേരാലാണ്, പേരാലിൻ്റെ ജടയം, വേരുകളിൽ ഊഞ്ഞാലാടുമായിരുന്നു. അവർ ഖേത്തോമേ ഖാനേക്ക് ചീസേം കോച്ച്താത്ത, വയലിലൊക്കെ പോയി കഴിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ കണ്ടെത്തിക്കൊണ്ടുവരുമായിരുന്നു. ഉസ്കി യഹി ശരാരത്തെ, ആ കുട്ടിയുടെ ഇത്തരം വികൃതികൾ. അവർ ധീമി ഗതി സെ ചലന, ധീമി ഗതി സെ ചലന, ധീരെ ചലന, പതുക്കെ നടക്കുന്ന ഈ സ്വഭാവമെല്ലാം ഛട്പട്കോ പരേഷാൻ കർത്തിയതി, നമ്മുടെ ഛട്പട്ടിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഛട്പട്ട് എന്ത് പറഞ്ഞു? ആ നട്കട്ട് ജ്യാദാ ഹി നട്കട്ട് ഹെ, നട്കട്ട് ഒത്തിരി കുസൃതി കൂടുതലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അവർ ബഡേ को तो छोटे का ध्यान रखना ही पड़ता है. माँ के इस कथन से आप क्या समझते हैं? बड़े को, അതായത് ജ്യേഷ്ഠന്, छोटे का ध्यान रखना ही पड़ता है, അനുജനെ ഒരു ജ്യേഷ്ഠന് അനുജനെ സംരക്ഷിക്കേണ്ടതായി വരും. അമ്മയുടെ ഈ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നതെന്നാണ് ചോദ്യം. माँ के इस कथन से यह समझ आता है कि बड़े भाई का कर्तव्य होता है कि वह छोटे भाई की सुरक्षा और देखभाल करे. അതെ, അമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ബഡേ ഭായ്, ജ്യേഷ്ഠൻ്റെ കർത്തവ്യം എന്തുകൂടിയാണ്? നമ്മുടെ അനുജൻ്റെ സുരക്ഷയും മേൽനോട്ടവും വഹിക്കുന്നത് ചേട്ടൻ്റെ കർത്തവ്യമാണെന്നാണ് അമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. परिवार में बड़े और छोटे के बीच जिम्मेदारी और स्नेह का एक महत्वपूर्ण संदेश है. മാത്രമല്ല, ഇതെന്ത് സന്ദേശം നൽകുന്നു? ജ്യേഷ്ഠാനുജന്മാരുടെ ഇടയിൽ ഉത്തരവാദിത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. മാ ചാത്തെ ഹേ കി ഛട്പട്ട് സമझे कि उसे नटखट का ध्यान रखना उसकी जिम्मेदारी है. നട്കട്ടിൻ്റെ ധ്യാൻ രഖന, നട്കട്ടിനെ കൂടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവനെ കൂടി സംരക്ഷിക്കുക എന്നത് ഛട്പട്ടിൻ്റെ സിമ്മേദാരി, ഉത്തരവാദിത്തമാണെന്ന് അവൻ മനസ്സിലാക്കണമെന്നും അമ്മ ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, കപ്പടെ സുഖാനെ കെ ലിയെ ഛട്പട്ട് അവർ നട്കട്ടിനെ ദൗഡ് ലഗാനെ കാ ഉപായ് കിയ. നനഞ്ഞ വസ്ത്രം ഉണങ്ങാൻ വേണ്ടി അവർ ഓടിപ്പോകാനുള്ള ഉപായമാണ് തിരഞ്ഞെടുത്തത്. ജിസ്സെ ദൗഡത്തെ സമയ ഹവ അവർ ധൂപ് സെ ഉൻകെ കപ്പടെ ജൽദി സൂഖ് ഗയെ. ഈ ഓടുന്ന സമയത്ത് ഹവ, കാറ്റും, ധൂപ്, വെയിലും കാരണം അവരുടെ വസ്ത്രം ജൽദി സൂഖ് ഗയെ, പെട്ടെന്ന് ഉണങ്ങി. ഇസ്കെ അലാവാ ഭി കൈ ഉപായ ഹോ സക്തേ ഹെ. ഈ രീതിയല്ലാതെ മറ്റു ഉപായങ്ങളും ഉണ്ടായിരുന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതണം. അതാണ് ചോദ്യം. മറ്റെന്തൊക്കെ ഉപായങ്ങളുണ്ടാകാം നോക്കാം. കപ്പടെ ധൂപമേ ബിച്ചായെ, ഈ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനാണ്, കോളത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. മുകളിൽ ആൻസർ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി എഴുതാം. കപ്പടെ ധൂപമേ ബിച്ചായെ, വസ്ത്രം വെയിലത്ത് ഉണക്കാനിടാം. രണ്ടാമത്തത് പങ്കെങ്കെ നീച്ചെ ബിച്ചായെ, പങ്കെ ഫാൻ എന്നാണ് അർത്ഥം, ഫാനിൻ്റെ ചുവട്ടിൽ വിരിച്ചിടാം. ഇങ്ങനെ നമുക്ക് മറ്റ് ഉപായങ്ങളിലൂടെ വസ്ത്രം ഉണക്കിയെടുക്കാൻ കഴിയും.
അടുത്ത ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസർ എല്ലാം കഴിഞ്ഞ് നമുക്കിനി പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. കഹാനി കി പാത്രോം കി വിശേഷത പഹചാനെ സഹി മിലാൻ കരെ. കഥയിലെ കഥാപാത്രങ്ങളായ നട്കട്ട്, ചട്പട്ട് എന്നിവരുടെ സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ വിശേഷതയാണ് നമുക്ക് ഇവിടെ സഹി മിലാൻ കരെ ചേരുംപടി ചേർക്കാൻ. ഈ പേജിൽ നട്കടിൻ്റെ വിശേഷതയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. നട്കട് കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹെ. തോണി ഉണ്ടാക്കാൻ അറിയാം. നട്കട് ബാഗ് സെ ആം തോട്ത്താ ഹെ. തോട്ടത്തിൽ നിന്ന് മാങ്ങ പൊട്ടിക്കും. അതുപോലെ ബർഗദ് കി ജഡേം പകഡ്കർ ചൂല ചൂൽത്താ ഹെ. പേരാലിൻ്റെ വേര് പിടിച്ച് ഊഞ്ഞാലാടും. ഇതെല്ലാം നട്കടിൻ്റെ സവിശേഷതയാണ്. അടുത്ത പേജിൽ ചട്പടിൻ്റെ വിശേഷതയാണ് നമ്മൾ പഠിക്കുന്നത്. ചട്പട് കോ നദി മേ തൈർന ആത്താ ഹെ. നീന്താൻ അറിയാം. ചട്പട് മാസെ ശിക്കായത് കർത്താ ഹെ. അമ്മയോട് പരാതി പറയും. ചട്പട് ചോട്ടേക്ക് ഹാത്ത് പകഡ്കർ ദൗഡാത്താ ഹെ. അതെ, അനിയൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഓടുന്നതുമെല്ലാം ചട്പടിൻ്റെ വിശേഷതയാണ്. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. കഹാനി സെ ശബ്ദ ജോഡെ ചുനെ വാക്യമേ പ്രयोग കരെ. കഹാനി ഈ കഥയിൽ നിന്ന് തന്നെ ശബ്ദ ജോഡെ ഒരേപോലത്തെ വാക്കുകൾ സാത്ത് സാത്ത്, ധീരെ ധീരെ അങ്ങനെയുള്ള വാക്കുകൾ അടുത്തടുത്തുള്ള 2 വാക്കുകൾ വരുന്ന സെൻറ്റൻസ് നിങ്ങൾ കണ്ടെത്തി അപ്പനെ വാക്യമേ പ്രയോഗക്കാരെ നിങ്ങളെ സ്വന്തം സെൻറ്റൻസായി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫായി അവർ മേം സാത്ത് സാത്ത് പഠിത്തെ അവർ സാത്ത് സാത്ത് ഹി ഖേൽത്തെ. ഞാനും സഹോദരനും ഒന്നിച്ചാണ് പഠിക്കുന്നത്, ഒന്നിച്ചാണ് കളിക്കുന്നത്. ഇതുപോലൊരു സെൻറ്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫായി അവർ മേ സാത്ത് സാത്ത് സ്കൂൾ ജാത്തെ അവർ സാത്ത് സാത്ത് ഹി ഘർ വാപ്പസ് ആത്തെ. ഒന്നിച്ചാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്നതും തിരികെ വരുന്നതും. ഇതുപോലെ ടെക്സ്റ്റ് വായിച്ച് നോക്കുക. ഇതിൽ ഇതുപോലെയുള്ള ഒരുപാട് സെൻറ്റൻസ് ഉണ്ട്. അതായത് ചട്പട്ട് തേസ് തേസ് ചലത്തെ അവർ നട്കട്ട് ധീരെ ധീരെ ചലത്തെ. അങ്ങനെയുള്ള സെൻറ്റൻസ് ടെക്സ്റ്റിലുണ്ട്. നോക്കി നിങ്ങൾ കൂടുതൽ ഉദാഹരണം കൂട്ടിച്ചേർക്കുക. സമയക്കുറവ് കാരണം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആക്ടിവിറ്റിയുടെ അടുത്ത പാർട്ട് ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാം മനസ്സിലായെങ്കിൽ തീർച്ചയായും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും വേണം. താങ്ക് യു.